അസ്സാം വലൈക്കും. മിനയുടെ ലിറ്റിൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മിനയുടെ ഒരു ഹോസ്പിറ്റൽ ഡേ ആണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് മിനേനെ നമ്മൾ കാലിക്കറ്റുള്ള BMH ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അവിടുത്തെ ഷാജി തോമസ് ജോൺ സാറാണ് മിനേനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അവൾക്ക് ഒരു ചെക്കപ്പുള്ള ദിവസമാണ്. 3 മാസം കൂടുമ്പോഴാണ് നമ്മൾ മിനേനെ കൊണ്ടുപോകാറ്. ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. ഇത് റൊട്ടീൻ ചെക്കപ്പ് ആയിരുന്നാലും മിനയുടെ ഓരോ യാത്രയും നമുക്ക് സ്പെഷ്യലാണ്. മിന ഇതിന് മുമ്പ് കാണിച്ചുകൊണ്ടിരുന്നത് വേറൊരു ഡോക്ടറായിരുന്നു. പക്ഷെ അവളുടെ പിറ്റ്സിൽ മാറ്റം വന്നു എന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഡോക്ടർക്ക് അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടറെ മാറ്റി കാണിച്ചതും ഇവിടെ ഷാജി ഡോക്ടറെ കുറിച്ച് അറിഞ്ഞതും ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് തുടങ്ങിയത്. അതിനുശേഷമാണ് മിനയായി മാറിയത്. മിന BMHലേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. ഇതിനു മുമ്പ് ഇവിടെ വരുമ്പോഴുള്ള മിന ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഷാജി സാറിൻ്റെ പരിചരണവും സ്നേഹവും നമുക്ക് തരുന്ന അഡ്വൈസുമാണ് മിനയിൽ ഇത്രത്തോളം മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതുവരെ മിന എനിക്കെന്നും എൻ്റെ ഒരു വിഷമമായിരുന്നു, സങ്കടമായിരുന്നു തീരാത്ത. ഷാജി സാറിനെ കണ്ടതിന് ശേഷമാണ് നമുക്ക് ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം, നമ്മൾ വിചാരിച്ച ഇവിടെ എത്രത്തോളം ഉയർത്താൻ പറ്റും എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. സ്റ്റെപ്പ് കയറി പോകാൻ സമ്മതിച്ചില്ല. ലിഫ്റ്റിൽ പോയാൽ മതി എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് കുറച്ച് നേരം താഴെ നിൽക്കേണ്ടി വന്നു. ഇത് നല്ല തിരക്കുള്ള ദിവസമാണ്. പാർക്കിംഗ് ഒക്കെ ഫുള്ളായതുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടിയിട്ടില്ല. അപ്പോൾ മിനയുടെ ഒപ്പം പാർക്കിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ OP ടിക്കറ്റൊക്കെ എടുത്ത് ഡോക്ടറെ അടുത്തെത്തിയിട്ടുണ്ട്. ഇത് ഡോക്ടറെ കാണാൻ വന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. മിനയെ പോലെ തന്നെ ഒരു ഏഞ്ചൽ. എന്താ വണ്ടി കുടിക്കാൻ പാടില്ല. ഡോക്ടർ വന്നിട്ടുണ്ട്. 2ാമത്തെ ഡോക്ടറാണ് നമ്മുടെ. ഇതാണ് നമ്മുടെ ഷാജി ഡോക്ടർ, ഷാജി തോമസ് ജോൺ സർ. മിനയെ പോലുള്ള ഡൗൺ സിൻഡ്രോം അവസ്ഥയിലുള്ളവർക്ക് ജീവിതത്തിൽ പ്രകാശമായി വന്ന ഒരു വലിയ മനുഷ്യൻ. ഇവരില്ലായിരുന്നെങ്കിൽ മിനയും ഇത്രയും പേരും ഇവരുടെ ഇടുങ്ങിയ ലോകത്തിൽ തന്നെ കഴിയുമായിരുന്നു. സർ ഓർഗനൈസ് ചെയ്ത് ദോസ്ത് എന്ന ട്രസ്റ്റ് ഇവർക്കായി തുറക്കുന്ന വാതിൽ ചെറുതൊന്നുമല്ല. സ്നേഹത്തിൻ്റെ വാതിൽ, അംഗീകാരത്തിൻ്റെ വാതിൽ. മിനയും ഈ ട്രസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. അതിലെനിക്ക് വലിയ അഭിമാനമാണ്. കാരണം മിന ഫാഷൻ ഷോയിലും അതുപോലെ കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ഒളിമ്പിക്സിലും നാഷണൽ ഡൗൺ സിൻഡ്രോം ഒളിമ്പിക്സിലും മിന പങ്കെടുത്തിട്ടുണ്ട്. അതിനൊക്കെ കാരണം ഈ ദോസ്ത് ഗ്രൂപ്പും ഷാജി സാറുമാണ്. എൻ്റെ മോളുടെ വിജയത്തിന് പിന്നിൽ ഒരാളുടെ കരുതലും ആർക്കും കാണാത്ത സപ്പോർട്ടും ഉണ്ടെന്ന് ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. ഷാജി സാറിനെ പോലുള്ളവരാണ് ആ സപ്പോർട്ടിൻ്റെ മുഖങ്ങൾ. മിനയെ ഇവിടെ ഡോക്ടറെ കാണിക്കാൻ വരുന്ന ആദ്യ സമയത്തൊക്കെ മിന വായൊക്കെ തുറന്നു വെച്ച് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടായിരുന്നു. നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കാൻ അവൾക്കതൊന്നും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് പോലും ഉണ്ടായിരുന്നില്ല. മിനയെ ഒരു സാധാരണ നോർമൽ കുട്ടിയായി വളർത്തണമെന്നും സാധാരണ സ്കൂളിൽ വിടണമെന്നും ഒരു കെയറിങ് മാത്രം കൊടുത്താൽ മതിയെന്നും പറഞ്ഞു തന്നത് സാറാണ്. ഇവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നമ്മളിവരെ നോക്കുന്നത് പോലെയൊക്കെ മാറ്റങ്ങൾ ഇവർ തരുമെന്നും പറഞ്ഞു തന്നതും സാറാണ്. അതൊന്നും ചെറിയൊരു കാര്യമല്ല. കാരണം ഞാനിവിടെ ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഡോക്ടർമാരായിരുന്നു. പക്ഷേ അവർക്കൊക്കെ ഡൗൺ സിൻഡ്രോം ആയതുകൊണ്ട് തന്നെ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന മട്ടിലായിരുന്നു സംസാരം. ഞാൻ അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് ഇങ്ങനെയുള്ള കുട്ടിയല്ലേ, അതുകൊണ്ട് ഇത്ര അസുഖങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവളുടെ ഫിറ്റ്സ് പോലും ഞാൻ അറിയാൻ വൈകിപ്പോയതും അതുകൊണ്ടാണ്. ട്രെയിൻ ചെയ്താൽ മതി, തെറാപ്പികൾ കൊടുത്താൽ മതി, ഇവരെ നല്ല നിലയിൽ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുമെന്ന് ഈ ഡോക്ടറാണ് നമുക്ക് തെളിയിച്ചു തന്നത്. മിനയുടെ ഹാർട്ടിന് 2 ഹോളുണ്ട്. അപ്പോൾ നമ്മൾ 2 വർഷമായി എക്കോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇനി വരുമ്പോൾ എക്കോ എടുക്കണം. ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. TSH ഒക്കെ 3 മാസം കൂടുമ്പോൾ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് ഇനി കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫിറ്റ്സിൻ്റെ മരുന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. 2 മാസം മുമ്പ് അവൾക്ക് നമ്മൾ EG എടുത്തപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉള്ളത് കൊണ്ട് മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അതിന് ശേഷം ഡോസ് കുറച്ച് ഇനി 2 മാസം കൂടെ കൊടുത്തിട്ട് മരുന്ന് നിർത്താനും 1 മാസം കൂടെ കഴിഞ്ഞിട്ട് ഡോക്ടറെ വന്ന് കാണിക്കാനും സാർ പറഞ്ഞിട്ടുണ്ട്.
ശരി. ബൈ. അതാ ഞാൻ നോക്കിയത്. റൈറ്റ്. നല്ല കുട്ടി കേട്ടോ, മെഡിക്കൽ കുട്ടി. ഓരോ കുട്ടികളുടെയും വളർച്ചയ്ക്ക് പിന്നിൽ അവരെ കരുതി നിൽക്കുന്ന കരുത്തരായ ചില മനുഷ്യത്വങ്ങൾ ഉണ്ടാകണം. മിനയെ പോലെ ഓരോ സ്പെഷ്യൽ കുട്ടികൾക്കും വേണ്ടത് അത്രമേൽ അതിയായ ഒരാളാണ്. അതാണ് ഷാജി സാർ. അവരുടെ കാഴ്ചപ്പാട്, ശുദ്ധമായ കാരുണ്യം ഒരു കുടുംബത്തെ മാത്രമല്ല ഒരു സമൂഹത്തെയാണ് ഉണർത്തുന്നത്. ദോസ്ത് പോലുള്ള ട്രസ്റ്റുകളും അത് നയിക്കുന്ന മനസ്സുകളും ഇന്നത്തെ ലോകത്ത് വളരെയധികം ആവശ്യമുണ്ട്. എനിക്ക് മുന്നിൽ ഇതിനൊരു മാതൃകയാണ് എൻ്റെ മിന. ചെറിയ ചെറിയ വിജയങ്ങൾക്കായി വലിയ ശ്രമങ്ങൾ നടത്തി മുന്നേറുന്ന മിനയും അവളെ കൈപ്പിടിച്ച് നയിക്കുന്ന മനോഹരമായ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റവും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് സ്നേഹത്തേക്കാൾ ശക്തമായ ഒരു മരുന്നും ജീവിതത്തിലില്ലെന്ന്. ഇതൊരു മിനയുടെ മാത്രം കഥയല്ല, നമ്മളെല്ലാം കൂടി ചേർന്ന് മനസ്സിലാക്കേണ്ട ഒരു തിരിച്ചറിവാണ്. നോക്കം കിട്ടിയിട്ടുണ്ട്, അതും കൈ പിടിച്ച് നടക്കുകയാണ്, കളയോന്ന് അറിയില്ല. അപ്പോഴാണ് ബേബിനെ കണ്ടത്. കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ആ ഭാഗത്തുനിന്ന് വരില്ല. മരുന്നൊക്കെ കിട്ടി. ഇനി ഇവിടെ ഹോസ്പിറ്റലിൽ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ഒരു മെസ് ഹൗസ് ഉണ്ട്, നമ്മൾ അവിടെ പോവാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഹോസ്പിറ്റലിൽ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തി വെക്കുന്നത് കുറേ ദൂരത്താണ്, സരോവരം അടുത്തൊക്കെ ആയിട്ടാണ്. ആ കാണുന്നതൊക്കെ BMHൽ വന്ന വണ്ടികളാണ്. പാർക്കിങ്ങിലൊക്കെ വണ്ടി ഫുള്ളാണ്. ഇത് മിനയുടെ ഒരു ദിനം മാത്രം, ഒരു ഇടവേളയായിരിക്കും ഹോസ്പിറ്റൽ ചെക്കപ്പ്. പക്ഷെ അതിലൂടെ മിനയുടെ ആരോഗ്യം നിലനിർത്താനും നാളേക്ക് ഒരു ഉറപ്പുള്ള മുന്നേറ്റം സുന്ദരമാക്കാനും നമ്മുടെ വളർച്ചയുടെ ഭാഗമായ ആശ്വാസമായിരിക്കും. 5 വർഷമായി ഷാജി സാറിൻ്റെ കൈപ്പിടുത്തത്തിൽ മിനയുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നു. ഒരു ബന്ധം, വിശ്വാസം, കരുതൽ. ഇവിടെ നിന്ന് മിനയുടെ യാത്ര പുത്തൻ തലത്തിലേക്ക് പോകട്ടെ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.